ആ കഴിവറ് പിന്നെ വിളിച്ചില്ലല്ലോ കുട്ടിയെ. എവിടെ രണ്ടാളും കൂടെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ചേട്ടായി. ഒരുമിച്ച് പുറത്തേക്ക് പോണതും അവിടെ സെറ്റിലായ ഒരു ഫാമിലിയൊക്കെ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം എങ്ങാണ്ടെന്ന് വന്നിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി. അവന്റെ പപ്പായി സമ്മതിക്കല്ല, അവന്റെ മമ്മ സമ്മതിക്കല്ല, അവന്റെ കുഴി കിടക്കണ ചാച്ച വീണ്ടും കുഴിയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊറ്റ പോക്കങ്ങ് പോയി. എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റിയില്ല അന്നേ. നമ്മള് സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ നുണയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവും. അവർക്ക് വിഷമമുണ്ടെന്ന് വിചാരിച്ച് നമ്മളതങ്ങ് സമ്മതിച്ചും കൊടുക്കും. ഈ മണ്ടന്മാര് നമ്മളെന്തോ പറ്റിച്ചേന്ന് പറഞ്ഞ് മനസ്സിലെന്തോ കൊഞ്ഞണമൊക്കെ കാണിച്ചിട്ട് അമ്മാർ വരയ്ക്കൂ. പട്ടി ജോലെ നീ കഴിവറെ എന്നെ പരിച്ചിട്ട് പോയെന്ന് ചോദിക്കാൻ അറിയാൻ പറ്റത്തില്ലല്ലോ ചേട്ടായി. അവൻ ഞാൻ മനസ്സ് വെച്ച് അവനൊരു ചുവായിക്കും പോകത്തില്ലായിരുന്നു. പിന്നെ എന്നാത്തിനാ ഇവനെയൊക്കെ പിടിച്ചു നിർത്തി സ്നേഹിപ്പിച്ചിട്ട്? ആക്കൊരു ട്രൂ ലവ് ആണ് ചേട്ടായി പറ. ഇനിയിപ്പോ ചേട്ടായി പറ, ഈ പ്രപ്പോസലായിട്ട് ചേട്ടായിക്ക് ഇനി മുന്നോട്ട് പോകണോ? എന്നാന്ന് വെച്ചാലേ, ഈ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ വെച്ച് മനസ്സിനെ സങ്കടപ്പെടുത്തരുത്. എന്നെ ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ തീർത്തേക്കണം. ചേട്ടായിരുന്നു ഉദ്ദേശിക്കണേ?